ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഈവനിങ് സ്നാക്സായി ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ പീസ് എഗ്ഗ് മസാലയാണ് കേട്ടോ. അതിനായി 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച ഗ്രീൻ പീസ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യമായ വെള്ളം, ഉപ്പ് എന്നിവ ഇട്ട് ഉടയാതെ വേവിച്ചെടുക്കാം. ഓരോ കുക്കറിലും വിസിലിന് നല്ല വ്യത്യാസം ഉണ്ടാകും. എനിക്കിവിടെ ഒറ്റ വിസിലിൽ തന്നെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറുതായി അരിഞ്ഞ സവാള, പച്ചമുളക്, തക്കാളി, മല്ലിച്ചപ്പ്, 3 എഗ്ഗ്. ഇവിടെ ഞാൻ 3 എഗ്ഗാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇനി ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് ആദ്യം തന്നെ സവാള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള വല്ലാണ്ട് ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ആ പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇനി അരിഞ്ഞു വെച്ച പച്ചമുളക്, തക്കാളി എന്നിവ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ആഡ് ചെയ്യാം. ഉപ്പ്, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി ഇവയൊക്കെയാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാവുന്നതാണ്. എല്ലാം കൂടെ ഒന്ന് മസാല പിടിച്ച് വരുമ്പോൾ നമുക്ക് എഗ്ഗ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ആക്കുക. ഇനി ഇതുപോലെ പൊരിഞ്ഞു വരുമ്പോൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക. ഗ്രീൻ പീസ് വേവിച്ച വെള്ളത്തോട് കൂടി തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിച്ചേപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വറ്റിച്ച് വേവിച്ചെടുക്കുക. അങ്ങനെ ഏകദേശം നമ്മുടെ ഗ്രീൻ പീസ് എഗ്ഗ് മസാല റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി ഇതുപോലെ നന്നായിട്ട് വറ്റിച്ചെടുക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്.